ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന കൊറിയൻ ലഞ്ച് ബോക്സ് കേക്ക് ഉണ്ടല്ലോ, അഥവാ ബെൻറ്റോ കേക്ക് എന്നൊക്കെ പറയുന്ന ഈ ഒരു കേക്കിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്നിവിടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ പാക്കിങ്ങും അതിന് ഞാൻ ഇട്ടിരിക്കുന്ന പ്രൈസും എല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഒരു 6 ഓർഡർ ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഒരു 5 ട്രിസ്ലേച്ചസ് കേക്കും അതുപോലെ തന്നെ ഒരു ജർമ്മൻ ബ്ലാക്ക് ഫോറസ്റ്റും ആണ് ഓർഡർ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാനിവിടെ 1.5 kg ബാറ്റർ 9 ഇഞ്ചിൻ്റെ മോൾഡിൽ സ്ക്വയർ മോൾഡിലാട്ടോ. അപ്പോൾ സ്ക്വയർ മോൾഡാകുമ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പോഴൊക്കെ അധികം ഒന്നും വേസ്റ്റ് ആയി പോവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ക്വയർ മോൾഡിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരു ബോട്ടിലിൻ്റെ അടപ്പെടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു ലഞ്ച് ബോക്സ് എടുത്തിട്ട് അതിന് മാച്ചായിട്ടുള്ള ബോട്ടിലിൻ്റെ അടപ്പെടുത്തിട്ട് വേണം നമുക്കിത് കട്ട് ചെയ്യാൻ വേണ്ടി, ബോട്ടിലിൻ്റെ അല്ലെങ്കിൽ കട്ടർ വെച്ചിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു 1.5 kg ബാറ്റർ 9 ഇഞ്ചിൻ്റെ ഒഴിച്ച് കൊണ്ട് നമുക്കൊരു 6 കുഞ്ഞൻ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എനിക്കിപ്പോൾ 5 വേണ്ടുള്ളൂ, ബാക്കി വേസ്റ്റ് ആവുമൊന്നുമില്ല. അത് വെറുതെ കഴിക്കാൻ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് എത്ര ലെയർ വെക്കണം എന്നൊക്കെ നമ്മൾ അതിൽ വെച്ച് നോക്കിയിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ട്രിസ്ലേച്ചസ് കേക്കാണ്, ഞാൻ പറഞ്ഞല്ലോ 5 ട്രിസ്ലേസ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള 3 മിൽക്ക് മിക്സ്ചർ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ട്രിസ്ലേച്ചസ് കേക്കിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ട് അതൊന്നും ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനതൊരു ടേൺ ടേബിളിൽ വെച്ചിട്ട് അതൊന്ന് ഐസിങ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഈ കുഞ്ഞൻ കേക്ക് ഐസിങ് ചെയ്തെടുക്കാൻ ഒരു കുറച്ച് ബുദ്ധിമുട്ടാണ്, നല്ല ഫിനിഷ് ആക്കി എടുക്കാം. അപ്പോൾ ഈസി ആയിട്ടുള്ള മെത്തേഡിലൊക്കെ ഐസിങ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ പാലൻ നൈഫ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാവും ഒന്നുകൂടെ നല്ലത്. വലുതൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാനൊക്കെ ബുദ്ധിമുട്ട് വരും. പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് നട്ട്സ്, നമ്മുടെ പിസ്ത ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ അത് ക്രഷ് ചെയ്തിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. അങ്ങനെ 3 ലെയർ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കേക്ക് ചെയ്യുന്നത്. 4 ലെയർ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബോക്സ് അടക്കല്ല, ഈ ഒരു ലഞ്ച് ബോക്സ് ഉണ്ടല്ലോ അത് അടക്കാൻ കഴിയില്ല. അപ്പോൾ 3 ലെയറാണ് മാക്സിമം അതിൽ പറ്റുന്നുള്ളൂ. 5 ഇഞ്ചിൻ്റെ സൈസ്, അതുപോലെ 6 ഇഞ്ചിൻ്റെ സൈസ് ഉണ്ട്. അപ്പോൾ ഇത് 5 ഇഞ്ചിൻ്റെ സൈസാണ്. അപ്പോൾ ഞാൻ 150 ഗ്രാം ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കി വന്നിട്ട് എത്ര ഗ്രാമാണ് ഇത് ടോട്ടലായിട്ട് വന്നിട്ടുള്ളത് ഞാൻ പറയാം. ഒരു കേക്ക് 150 ഗ്രാം എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഓർഡർ തരുന്നവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ 3ാമത്തെ ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് ഫിനിഷ് ആക്കി എടുക്കാം. ഒരുപാട് അങ്ങനെ ക്ലീൻ ആക്കി എടുക്കുന്നത് ഞാൻ മറ്റേ സിമ്പിളായിട്ടുള്ള ഡിസൈൻ ഉണ്ടല്ലോ, നമ്മൾ ഫിനിഷിങ് ആക്കാത്ത ടൈപ്പിലുള്ള പാലൻ നൈഫ് വെച്ചിട്ടുള്ള ഡിസൈൻ, അതാണ് ഇതിന് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരുപാട് ഫിനിഷ് ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ ക്രം കോട്ടിങ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നൊന്നുമില്ല, നേരിട്ട് തന്നെ ഫൈനൽ ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് മറ്റേ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ റൗണ്ടിലൊന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് ഏകദേശം ഒന്ന് ലെവലാക്കിയതിന് ശേഷം നമുക്ക് ആ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കട്ടെ. ഈ ഒരു കുഞ്ഞ് പാലൻ നൈഫ് വെച്ചിട്ട് തന്നെയാണ് ഈ ഡിസൈൻ എല്ലാം ഒരുമിച്ച് അങ്ങ് ചെയ്യാണ് എല്ലാം ചെയ്തെടുക്കുന്നത്. ഇനി ഇതെടുത്തിട്ട് ഞാനൊരു നീളമുള്ളൊരു ബേസിൽ വെച്ച് കൊടുക്കാണ്ട് ചെയ്യുന്നത്. അപ്പോൾ 6 കേക്കും ഒരുമിച്ച് ആ ഒരു ബേസിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. നമുക്ക് എങ്ങനെയാണോ ഫ്രിഡ്ജിലുള്ള സ്ഥലത്തിൻ്റെ പരിമിതിക്കനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. അന്ന് വേറെ ഒരു 4 ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ബേസിലാകുമ്പോൾ അത്രയും സ്ഥലം മതിയല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു കേക്ക് പാലൻ നൈഫ് വെച്ചിട്ട് ആ ഡിസൈൻ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത കേക്ക് ഞാൻ ജർമ്മൻ ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ 1/2 kg ബാറ്റർ ഉണ്ടാക്കിയിട്ട് ഒരു 6 ഇഞ്ചിൻ്റെ മോൾഡിൽ ഒഴിച്ച് കൊടുത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ജർമ്മൻ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി നമ്മൾ 1 kg ബാറ്റർ വെച്ചിട്ടുണ്ടാക്കുന്നതൊക്കെ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ട്, അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഐസിങ് ചെയ്തിട്ട് എടുക്കാം. ഗനാഷൊക്കെ ഒഴിച്ചിട്ടാണ് നമ്മളിത് സെൻറ്ററിലൊക്കെ ലെയറിലൊക്കെ ഗനാഷ് ഒഴിച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുക. അപ്പോൾ അതൊന്നും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊന്ന് ഫിനിഷിങ് ചെയ്തെടുക്കുക. ഇതൊക്കെ ഞാൻ പെട്ടെന്ന് ചെയ്തതാണ് കേട്ടോ, വലിയ ഫിനിഷിങ്ങിലൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് ഇതിൻ്റെ മുകളിൽ ഗനാഷ് ഒഴിച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ക്രം കോട്ടിങ്ങും ഫൈൻ ഫ്രോസ്റ്റിങ്ങും എല്ലാം ഞാൻ ഈ ഒരു സമയത്ത് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് സ്പൂൺ വെച്ചിട്ടൊക്കെ കോരി കഴിക്കാനുള്ള രീതിയിലാണ് നമ്മളിത് പാക്ക് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത് കഴിക്കാൻ മാത്രം വലിപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത് ഞാൻ ഒരു ബേസിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ബേസ് എടുത്തിട്ട് ഇതുപോലെ ആക്കിയെടുത്തിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടൊക്കെ ലഞ്ച് ബോക്സിലാക്കിയെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം കൂടെ ഒരു ബേസിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇന്നിപ്പോൾ ട്രിസ്ലേച്ചസിൻ്റെ സൈഡ്, കേക്കിൻ്റെ സൈഡൊക്കെ ആ ഒരു പാലൻ നൈഫ് ഡിസൈൻ വെച്ച് കൊടുത്തിട്ട് പിന്നെ മുകൾ ഭാഗത്ത് ഞാൻ സ്റ്റാർ നോസിലിട്ടിട്ട് ഇതുപോലെ ചുമ്മാ ഒരു ഡിസൈൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് 5 ഇതുപോലത്തെ സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് പിസ്ത ചോപ്പ് ചെയ്തതും കൂടെ ഇട്ടുകൊടുക്കും. അപ്പോൾ നമ്മൾ ട്രസ്ലേച്ചസിൻ്റെ 2 ലെയറിൽ പിസ്ത ക്രഷ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തും ഇട്ട് കൊടുക്കുന്നുണ്ട്. ട്രസ്ലേച്ചസിൻ്റെ മെയിനായിട്ടുള്ളത് ആ ഒരു മിൽക്കും പിസ്തയും ആണല്ലോ. അപ്പോൾ അതൊക്കെ ഇതിലുണ്ടാകുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആവും. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഞാൻ ഈ ഒരു 2 കേക്കിൻ്റെ റേറ്റ് ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ട്രസ്ലേച്ചസിന് 150 രൂപയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ജർമ്മൻ ബ്ലാക്ക് ഫോറസ്റ്റിന് 150 രൂപ തന്നെയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഞാൻ വിൽക്കുന്ന റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുമോ, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിന് രണ്ടിന് 150 150 ഗ്രാമിന്. പക്ഷേ ഇത് നമ്മൾ തൂക്കി വരുമ്പോൾ അതിലേറെ കൂടുതലല്ലാതെ കുറയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ലഞ്ച് ബോക്സ് എല്ലാം ഇവിടെ റെഡിയാണ്. അപ്പോൾ അതിലേക്ക് മാച്ചായിട്ട് എല്ലാത്തിലേക്കും കറക്റ്റായിട്ട് ബട്ടർ പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ ഒരു കേക്കിൻ്റെ വെയിറ്റ് ഒന്ന് കാണിച്ചു തരാം. ഏകദേശം എല്ലാം ഒരേ വെയിറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു ബട്ടർ പേപ്പറിലേക്ക് ഇത് ഇപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്ത് സെറ്റായിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്. ഇത് ബട്ടർ പേപ്പറിലേക്ക് ആക്കിയതിന് ശേഷം നമ്മളിതൊന്ന് തൂക്കി നോക്കുക. അപ്പം നമ്മൾ ലഞ്ച് ബോക്സിൻ്റെ വെയിറ്റ് ആദ്യം ഞാൻ ഒഴിവാക്കിയതിന് ശേഷമാണ് ഇത് തൂക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 177 അങ്ങനെ ഇതെല്ലാ കേക്കും 170 മുകളിലായിട്ടാണ് ഇതിൻ്റെ ഗ്രാം വരുന്നത്. 150 ഗ്രാം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 170 മുകളിലായിട്ട് വരുന്നുണ്ട് ഇതിൻ്റെ വെയിറ്റ്. എന്നിട്ട് ഓരോ ബോക്സിൻ്റെയും അതൊരു ഉൾഭാഗത്ത് മറ്റേ ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു സ്പൂൺ വെച്ചിട്ട് പ്ലാസ്റ്റർ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. കുഞ്ഞു സ്പൂണുകളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കഴിക്കാൻ ഉള്ള ഒരു ഇതിൽ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരാൾക്ക് കഴിക്കാനോ ചിലപ്പോൾ ഇത് 2 ആൾക്ക് കഴിക്കാം. ആ രീതിയിൽ നമുക്ക് എത്ര കഴിക്കും നമുക്കറിയില്ലല്ലോ. ആ രീതിയിൽ നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്, ലഞ്ച് ബോക്സാണ്. അപ്പോൾ ടേസ്റ്റ് ചെയ്യാനപ്പോൾ ചില ആൾക്കാർക്കൊക്കെ കേക്ക് വാങ്ങിക്കാൻ കഴിയാത്തവരൊക്കെ ഉണ്ടാവും, ഒരുപാട് റേറ്റ് കൊടുത്തിട്ട്. അപ്പോൾ അങ്ങനത്തെവർക്കൊക്കെ ടേസ്റ്റ് നോക്കണം എന്ന്, അതല്ലെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ ടേസ്റ്റ് അറിയണം എന്നൊക്കെ ഉള്ളവർക്കൊക്കെ ഈ രീതിയിൽ വാങ്ങിക്കാൻ പറ്റും. ടേസ്റ്റ് നോക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്കൊക്കെ ഈ ഒരു മെത്തേഡ് അടിപൊളിയാണ്, ഈ ലഞ്ച് ബോക്സ് മെത്തേഡ്. എന്താണെന്ന് വെച്ചാൽ അവർക്ക് നമ്മുടെ അടുത്ത കേക്കിനൊക്കെ ഓർഡർ കൊടുക്കാൻ തരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് ആദ്യം നമ്മുടെ കേക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ ഈ രീതിയിൽ ചെറിയ കേക്കൊക്കെ വാങ്ങിക്കുന്നത് അങ്ങനെ ഒരു നല്ലൊരു ഐഡിയ ആണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ഉദ്ദേശം. പിന്നെ ഒരു കേക്ക് ബോക്സ് ഞാൻ റിബൺ വെച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുത്തിട്ടും കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ ഒന്നുകൂടെ ഭംഗി ഉണ്ടാവുമല്ലോ. റെഡ് റിബൺ വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്